Hey, hello, welcome back to another video. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലൊരു പ്രഷർ വാഷ് നിങ്ങൾ നോക്കുന്നുണ്ടാവും എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെയാണ്. നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു പ്രഷർ വാഷുകൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒത്തിരിയേറെ മോഡൽസും ഉണ്ട്. അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഹൈ ആയിട്ടാണ് മിക്ക മോഡൽസിനും കണ്ടത്. അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു അഫോർഡബിൾ ഒരു മോഡലാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അഗാരോയുടെ സുപ്രീം ഹൈ എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ കണ്ടത്. അത്യാവശ്യം നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മോഡലിൽ കണ്ടത്. നല്ല റേറ്റിംഗ് കാര്യങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ കിടന്നത്. സുപ്രീം ഹൈ എന്ന് പറഞ്ഞ മോഡലാണ്. മോഡൽ നമ്പർ കാര്യങ്ങളോട് തന്നെ 1 year വാറണ്ടി കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. 1500 വാട്ട്സിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രഷർ വാഷറിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊന്നുമല്ല, കാരണം ഓൾറെഡി ഇത് നമ്മൾ അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം ഒരു യൂസർ റിവ്യൂ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി യൂസർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് വീഡിയോ. ഫസ്റ്റ് മോഡലിനെ നോക്കുവാണെങ്കിൽ അഗാരോ സുപ്രീം ഹൈ എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രഷർ വാഷറിൻ്റെ ബോക്സിൽ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വരണമെന്ന് നോക്കിയാലോ. ഇത് ബോക്സിന് പുറത്ത് കൊടുത്തിട്ടുള്ളത് 4 മീറ്ററിൻ്റെ ഒരു ലോങ് പവർ കേബിൾ കാര്യങ്ങളൊക്കെയാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. അതുപോലെ ഓട്ടോ സ്റ്റോപ്പ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം വാട്ടർ ഫ്ലോ കാര്യങ്ങൾ 6.5 ലിറ്ററാണ് പെർ മിനിറ്റ് കാര്യങ്ങളും വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മോട്ടറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്നത് 3 മീറ്റേഴ്സിൻ്റെ ഇൻലെറ്റ് ഹോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 8 മീറ്റേഴ്സിൻ്റെ ഔട്ട്ലെറ്റ് ഹോസും കാര്യങ്ങളും വരുന്നുണ്ട്. ഗണ്ണ് വിത്ത് എക്സ്റ്റൻഷൻ റോഡ് കാര്യങ്ങളുണ്ട്. പിന്നെ കണക്ടർ, ഫോൺ ബോട്ടിൽ കാര്യങ്ങൾ, 4 മീറ്ററിൻ്റെ ലോങ് പവർ കേബിൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രമാണ് ഈ ഒരു ബോക്സിൽ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ ബോക്സ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഒരു അക്സസറീസ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സിൽ നമ്മൾ ഇതിൻ്റെ മോട്ടറാണ് വെച്ചിട്ടുള്ളത്. കവറിൽ ഞാൻ മാറ്റി കാണിച്ചു തരാം. ഈ ഒരു കാണുന്നതാണ് ഇതിൻ്റെ ബോക്സ് കാര്യങ്ങൾ. ഒരു തെർമോക്കോൾ അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഇൻലെറ്റ് ഹോസ് കാര്യങ്ങൾ. അത് വലിയ ലെങ്ത് കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വേറെ ഹോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. പിന്നെ ഇതാണ് നമുക്ക് ഗണ്ണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. പിന്നീട് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഔട്ട്ലെറ്റ് ഹോസ്. അതായത് നമ്മൾ വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഹോസ് കാര്യങ്ങൾ ഈ ഒരു ഹോസാണ് കേട്ടോ. 8 മീറ്റേഴ്സിൻ്റെ ലെങ്ത്തും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആ 2 എഡ്ജ് ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പ്രഷർ അഡ്ജസ്റ്റ് ആവാൻ രീതിയിലുള്ളൊരു എഡ്ജ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ പ്രഷർ ലീക്കേജ് കാര്യങ്ങൾ ആ ഒരു വേരിയേഷൻ വരുന്നില്ല. പിന്നെ ഇതാണ് നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ റോഡ് കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് കണക്ടറും ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. സോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സിനും അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് പീസ് ആണെങ്കിൽ പോലും ക്വാളിറ്റി ഉണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ബക്കറ്റിലിട്ട് നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ പൈപ്പ് കണക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ബക്കറ്റ് ടാങ്ക് കാര്യങ്ങളാണെങ്കിൽ അതിനകത്തോട്ട് ഈ ഒരു ഫിൽറ്റർ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് വാഷ് ചെയ്യാൻ. ഈ കാണുന്നതാണ് മോട്ടർ. ഏകദേശം ഒരു 9 സംതിങ് കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ മോട്ടറിന് വരുന്നത് കേട്ടോ. മോട്ടർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. 4 മീറ്ററാണ് ഈ ഒരു പവർ കേബിൾ കാര്യങ്ങൾ വരുന്നത്. പിന്നെ പ്രഷർ കാര്യങ്ങൾ കാണിക്കാൻ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ അതിൻ്റെ ടോപ്പ് പോസ്റ്റുമായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈസിയാണ്. റൈറ്റ് സൈഡിലായിട്ട് സ്വിച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്ലെറ്റ് ഹോസ് കണക്ട് ചെയ്യണതും ഇവിടെ നമുക്ക് ഇൻലെറ്റ് ഹോസ് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർഷൻ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കവറിങ് ഫുള്ള് നമുക്ക് പ്ലാസ്റ്റിക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറിനാണെങ്കിലും നൽകിയിട്ടുള്ള ആ ഒരു അക്സസറീസ് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഫോം ബോട്ടിൽ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. 350 ml ഫോം ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു ഗണ്ണിൻ്റെ പോർഷനിലോട്ട് നമുക്ക് കണക്ട് കാര്യങ്ങൾ ചെയ്താൽ അത് ഇത് ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിപ്പിങ് ചെയ്യേണ്ട കേസുള്ളൂ. പിന്നെ ബാക്കി ഇത്രയോ അക്സസറീസ് ഈ ഒരു പ്രഷർ വാഷിൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നതാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഈ ഒരു പ്രഷർ വാഷിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗണ്ണ് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു കണക്റ്റീവ് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ യൂസർ റിവ്യൂ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോയും കാര്യങ്ങളും ഔട്ട് സൈഡ് വരുന്ന ഒരു പോർഷൻ. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റിങ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്കിപ്പോൾ നല്ല ഫോഴ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇച്ചിരി ഫോഴ്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗണ്ണിലോട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനാണെങ്കിലും ഈസിയാണ്. ഇപ്പോൾ ആ ഒരു ഹെഡ്ജ് പോർഷനാണെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ കാര്യങ്ങളിലോട്ട്. പിന്നെ ഗണ്ണ് കാര്യങ്ങളാണെങ്കിലും
നമുക്ക് ദേ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇപ്പം നമുക്ക് അതിനകത്ത് വന്നിട്ടുള്ള ബുഷ് കാര്യം ഒരു ഇതുണ്ട്, വാഷറുണ്ട്. ആ വാഷർ മടങ്ങാണ്ട് മാത്രം നിങ്ങൾ അതായത് ടൈറ്റ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. കാരണം വാഷർ മടങ്ങിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളും ലീക്ക് വരുള്ളൂ. അല്ലാത്ത പക്ഷം യാതൊരു ഇത് ഇഷ്യൂവും കാര്യങ്ങളുമില്ല, പ്രോപ്പറായിട്ട് തന്നെ പോകുന്നതാണ്. ഓക്കെ, ദേ അപ്പം ഗണ്ണ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഗണ്ണിലോട്ട് നമ്മൾ ആ ഒരു ഹോസ് കാര്യങ്ങൾ കണക്ട് ചെയ്തത് ഇതാണ്. നമുക്ക് ആ ഔട്ട്ലെറ്റ് ഹോസ് കാര്യങ്ങൾ ദേ ഈ ഒരു ഗണ്ണിൻ്റെ പോർഷനിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പ്രഷർ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദേ ഇങ്ങനെ ത്രെഡ് കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവറോൾ ടൈറ്റ് കാര്യങ്ങളായി. സോ അത്യാവശ്യം നല്ല ടൈറ്റ് കാര്യങ്ങളാണ്. നമുക്ക് ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പക്ക പ്രഷർ തന്നെ കിട്ടുന്നുണ്ട്. സോ ഇനി ഔട്ട്ലെറ്റ് ഹോസിൻ്റെ മറ്റേ സൈഡ് നമ്മളിത് ഈ ഒരു പോർഷനിലായിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എയർ ടൈറ്റ് കാര്യങ്ങളായിട്ട് ടൈറ്റ് ആയിക്കോളും. നമുക്ക് വേറെ ഒന്നും കൂടുതൽ ചെയ്യാനില്ല. ജസ്റ്റ് അതിനകത്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ത്രെഡ് കാര്യങ്ങൾ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടൈറ്റ് കാര്യങ്ങളായിക്കോളൂ കേട്ടോ. ഇനി ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇൻലെറ്റ് ഹോസ്, അതായത് നമ്മൾ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഹോസ് കാര്യങ്ങൾ ഇവിടെയാണ് നമുക്ക് കണക്ട് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ളത് ജസ്റ്റ് ഈ ഒരു ലെങ്ത് ഉള്ള ഒരു ഹോസ് കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ലെങ്ത്ത് കാര്യങ്ങൾ നമുക്ക് പറ്റില്ല. കാരണം പൈപ്പിൻ്റെ അവിടെ നമുക്ക് നല്ല ലെങ്ത്ത് കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പവർ കേബിൾ കാര്യങ്ങൾ വരുന്നിടത്ത് നിന്ന് കാരണം മോട്ടർ ഇവിടെ തന്നെ വയ്ക്കണം. പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്ടർ കാര്യങ്ങൾ പൈപ്പിൽ കണക്ട് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഇൻലെറ്റ് ഹോസ് കാര്യങ്ങൾ, ഇൻലെറ്റ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ടൈറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കരട് ആ ഇൻലെറ്റ് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് കരട് കാര്യങ്ങൾ കയറില്ല. നമുക്ക് ആ ഒരു കറണ്ട് കാര്യങ്ങളൊക്കെയും അതിനകത്ത് തന്നെ പ്രിവെൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്മൾ ഇത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഏകദേശം സെറ്റായി. പവർ കേബിൾ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഓണാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കുമ്പോൾ നമുക്ക് ആ ഒരു മീറ്ററിൽ കാര്യങ്ങളിൽ ഒരു വേരിയേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്, ആ ഒരു പ്രഷർ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു മോട്ടർ ഓൺ ആവുന്നുള്ളൂ. അതും വരെ മോട്ടർ ഓൺ ആവുന്നൊന്നുമില്ല, ഐഡിയലിൽ കിടക്കുന്നുള്ളൂ, സൗണ്ട് കാര്യങ്ങളില്ല. നമ്മൾ ആ ഒരു ഗണ്ണ് വെച്ച് ഇപ്പോൾ ഒന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ മോട്ടറിൻ്റെ സൗണ്ട് കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓരോരോ രീതിയിൽ നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോയിന്റിലാണ് കൊടുത്തേണ്ടത്. അത് മാക്സിമം ആ ഒരു പവർ കാര്യങ്ങൾ കിട്ടുന്ന പോയിന്റ് ഇടുമ്പോഴാണ്. ഇതേപോലെ തന്നെ ഞാൻ പായൽ കാര്യങ്ങൾ കുറച്ച് കളഞ്ഞതാണ്. അപ്പോൾ അത്രയ്ക്ക് ഫോഴ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം. ഈ ലെവലായിട്ട് ക്ലിയറായിട്ട് പോകുന്നുണ്ട് പായൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം വണ്ടിയിലുള്ള ചെളി കാര്യങ്ങൾ എത്രത്തോളം ക്ലീനായിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ പോയിന്റ് ഇട്ടൊന്നും വണ്ടിയുടെ പെയിൻറ്റിങ് മോഷനിൽ അടിക്കരുത്. അടിച്ച് ഇനി ഉള്ള പെയിൻറ്റ് കൂടി പോകുന്നതാണ്, ഡാമേജ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടിയിലോട്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സിൽ അടിക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇട്ട് വണ്ടികൾ വാഷ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് ഈ ഒരു ഫോഴ്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെളി കാര്യങ്ങളൊക്കെ അതിനകത്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ കട്ട പിടിച്ചിരുന്നാലും ഇതിപ്പോൾ അണ്ടർബില്ലി കാര്യങ്ങളിലും അതുപോലെ മൺകാട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കട്ട പിടിച്ച് ചെളിയിരിക്കുന്നത് അതെല്ലാം ആ പക്കയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ഫോഴ്സും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ അപ്പോൾ പോയിന്റ് ചെയ്തപ്പോൾ കണ്ടില്ല, ആ ഒരു ഫോഴ്സ് പോലെ തന്നെയാണ് നമുക്ക് വാഷിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെളി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോമും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെഷീൻ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കാര്യങ്ങൾ കൊടുക്കണം. മാക്സിമം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ബ്രേക്ക് കാര്യങ്ങൾ കൊടുക്കുക. കണ്ടിന്യൂസ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്പ്രേയിങ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഒരു 50 മിനിറ്റ്സ് എബോവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ഓവർ ഹീറ്റായി ഓട്ടോ കട്ട് ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓട്ടോ കട്ട് ഓഫ് ആവുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ക്ലീനായിട്ട് നമുക്ക് ഒരു ബ്രേക്ക് കാര്യങ്ങൾ കൊടുത്താൽ ആ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ് ടൈമിലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ പായൽ കളയണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് ഫോമിന് വരുന്ന ബോട്ടിൽ. അപ്പം 350 മില്ലിയാണ് ഇതിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് അറ്റാച്ച് ചെയ്യാൻ സിമ്പിളാണ്. ഇപ്പോൾ ഈ ടോപ്പ് പോർഷനിൽ കാണുന്നില്ലേ, ആ ടോപ്പ് പോർഷനിൽ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിലാണെങ്കിൽ നമുക്ക് ലോക്ക് ഉണ്ട്, അത് ലോക്ക് പ്രസ് ചെയ്താൽ മതി. ഇനി ഫോം കാര്യങ്ങളാണെങ്കിൽ ഈ ബോട്ടിൽ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ബോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ 3mm കാർ വാഷാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒരു വെള്ളം കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് തന്നെ വന്ന് അത് മിക്സ് കാര്യങ്ങളായിക്കോളും. അപ്പോൾ ബോട്ടിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിട്ട് ഫോം കാര്യങ്ങളും വന്നോളും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി, ഫോം കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് വന്നോളും. ഇതേപോലെ ഫോം കാര്യങ്ങൾ വന്നോളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഒന്ന് തുടച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് മാക്സിമം ക്ലീൻ ചെയ്യുക. അപ്പോൾ സ്ക്രാച്ച് കാര്യങ്ങൾ വണ്ടിയിൽ വീഴുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ പ്യുവറായിട്ട് നമുക്ക് ആ ഒരു ഫോമും കാര്യങ്ങളും ജനറേറ്റ് ആവുന്നതായിരിക്കും. സോ ഒരു കാർ വാഷ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ആയാലും ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു 10-250 രൂപ 300 രൂപയുടെ കാശ് വേണ്ടി വരില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെഷീൻ്റെ ആ ഒരു നോർമൽ രീതികൾ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രോപ്പറായിട്ട് കണക്റ്റിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്ര ലെങ്ത്ത് കാര്യങ്ങൾ വേണ്ടല്ലോ എന്നോർത്താണ് ഞാനത് കട്ട് ഓഫ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ നോർമലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3600 ഇപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. 4000 അബവ് ആർന്ന് കിടന്നായിരുന്നു. പക്ഷേ കറൻ്റ് 3600 രൂപയ്ക്കാണ് ഇതിപ്പോൾ ഫ്ലിപ്കാർട്ട് കാര്യങ്ങളിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ പിൻ ചെയ്തേക്കാം. ഇപ്പോൾ 5+ ടൈംസ് ഞാൻ ഈ ഒരു കാർ വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വർത്തായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കും ഇതിൻ്റെ വാഷിൽ നിന്ന് കിട്ടി. ഇനി സർവീസിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ബ്രോഷർ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു QR കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു QR സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സർവീസ് സപ്പോർട്ട് കാര്യങ്ങളാണ്. ഞാനൊരു 2 ടൈംസ് അവരെ കണക്റ്റിങ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. വന്ന പീസിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൺലി അവരെ കണക്ട് ചെയ്തു, അവരെ കസ്റ്റമർ കെയറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു സാർ ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മളിത് ക്ലിയർ ചെയ്ത് തരാം, സോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. സോ അതിന് ശേഷം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവർ റീപ്ലേസ് കാര്യങ്ങൾ അവൻ്റെ പോർഷനിൽ നിന്ന് ചെയ്തു, കമ്പനി പോർഷനിൽ നിന്ന് തന്നെ റീപ്ലേസ് കാര്യങ്ങൾ ചെയ്തു തന്നു. സോ അത്യാവശ്യം നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ സർവീസും കാര്യങ്ങളും നമുക്ക് വാറണ്ടി കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ പോർഷനിൽ നിന്ന് കമ്പനി പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അതാണ് ഞാൻ മോസ്റ്റ് ഇത് റെഫർ ചെയ്യാനുള്ളൊരു കാര്യം. പിന്നെ കമ്പനിയുടെ പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ സപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് റീപ്ലേസ് കാര്യങ്ങൾ ചെയ്ത് അവർ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തത് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു കേസോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് കിട്ടിയ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തൊരു 5 to 6 ടൈംസ് ഞാനിത് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടും എനിക്ക് സാറ്റിസ്ഫൈഡ് തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ പോർഷനിൽ നിന്ന്. ആൻഡ് ഓൾമോസ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു കസ്റ്റമർ സപ്പോർട്ട് പ്രോപ്പർ ആവണം എന്നുള്ളതാണ്. അത് ഈ ഒരു കമ്പനിയുടെ പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു കാർ വാഷ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മോഡലും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാർ വാഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.